തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ തട്ടിപ്പ് നടത്തി പണം തട്ടിയ പ്രതി റിമാൻഡിൽ. പാലക്കാട് കൊള്ളനൂർ സ്വദേശിയായ സുനിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. IIFL സ്ട്രാറ്റജി എന്ന പേരിലുള്ള ആപ്പ് വഴി എടവിലങ്ങ് സ്വദേശി റഷീദിൽ നിന്നും പണം തട്ടിയ കേസിലാണ് പ്രതി പിടിയിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കൊരട്ടിയിൽ എയർ ടിക്കറ്റ് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തച്ചമ്പിള്ളി സ്വദേശി അനീഷയെയാണ് തിരുവനന്തപുരം വനിതാ ജയിലിൽ വെച്ച് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാനഡയിൽ നിന്നും കൊച്ചിയിലേക്ക് 4 പേർക്കുള്ള എയർ ടിക്കറ്റ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊരട്ടി സ്വദേശിയിൽ നിന്നും 2,80,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. മറ്റൊരു തട്ടിപ്പ് കേസിൽ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെയാണ് കോടതിയുടെ അനുമതിയോടെ വീണ്ടും അറസ്റ്റ്. കുവൈറ്റിൽ മദ്യപിച്ച് കുവൈറ്റ് പൗരന്റെ വീട്ടിന് മുന്നിൽ കിടന്ന പ്രവാസികൾ അറസ്റ്റിൽ. ഇവരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. പ്രാദേശികമായി നിർമ്മിച്ച മദ്യം കുടിച്ച് പൂസായി നിൽക്കാനോ നടക്കാനോ കഴിയാത്ത നിലയിൽ കണ്ടെത്തിയ 2 പ്രവാസികളെ അൽഫഹ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഗാർഹിക വിസയിൽ കുവൈത്തിൽ താമസിക്കുന്ന ഇവരെ രാജ്യത്ത് വീണ്ടും പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ഒരു കുവൈറ്റി പൗരൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. രാത്രി വൈകി തന്റെ വീട്ടിനു മുന്നിൽ 2 പേർ വളരെ നേരം ഇരിക്കുന്നത് കണ്ടതിനെ തുടർന്നാണ് ഇദ്ദേഹം അവരെ സമീപിച്ചത്. സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇരുവരും ലഹരിയിൽ അവശനിലയിലായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. വിവരം അറിയിച്ചതിനെ തുടർന്ന് പബ്ലിക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി പെട്രോൾ യൂണിറ്റിനെ വിന്യസിപ്പിച്ചു. തുടർന്ന് പ്രവാസികളെ കസ്റ്റഡിയിലെടുക്കുകയും പ്രാദേശികമായ മദ്യം കഴിച്ചതായി ഇവർ സമ്മതിക്കുകയും ചെയ്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര. തിരുവനന്തപുരം വെള്ളറട കണ്ണൂർ കോണത്ത് ഭക്ഷണം നൽകാൻ താമസിച്ചു എന്നാരോപിച്ച് ഹോട്ടൽ ഉടമയ്ക്കും ജീവനക്കാർക്കും ക്രൂരമർദ്ദനം. കണ്ണൂർ കോണത്ത് ഹോട്ടൽ നടത്തിയിരുന്ന ആൽഫ്രഡ് ജോണിനും ജീവനക്കാർക്കുമാണ് മർദ്ദനമേറ്റത്. കടയിലെത്തിയ 7 അംഗ സംഘം ഭക്ഷണം നൽകാൻ